ശരിക്കും നിങ്ങൾ ഈ കാണുന്നത് 2022 ഞങ്ങളാ കല്യാണം കഴിച്ചതാ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കണേ. അതാണ് അതിൻ്റെ സത്യം. ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്, നമ്മൾ രാമേശ്വരത്തേക്ക് പോകാനായി റെഡിയായി. പെട്ടെന്നായിരുന്നു യാത്ര, അതുകൊണ്ട് വ്ളോഗൊന്നും എടുത്തില്ല. ഇപ്പോഴാണ് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതിലേക്ക് എടുക്കുന്നു നമ്മുടെ വണ്ടി. നമ്മൾ ഓൾമോസ്റ്റ് രാമേശ്വരം എത്താനായിട്ട് ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, ടാറ്റാ. ഇതാണ് നമ്മുടെ പുതിയ പാലം. എൻ്റെ പൊന്നോ, ഓ പേടിയോടുകൂടെ നിൽക്കുമ്പോ ഇല്ലേ പേടിയുണ്ടാ? എനിക്ക് പേടിയോണ്ടിട്ടോ. ഞാൻ ഇല്ലട്ട മോനെ കളി എനിക്ക് പറ്റില്ല. അതെന്താ കുലുക്കുണ്ട് അത് പോവാന്നാ? പമ്പാലൊരു സംഭവം തന്നെയാ. അല്ലേ ചേട്ടാ, പകലൂടെ വണ്ടി നിർത്തിയിടാറുണ്ട്. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആവുക. ഇവിടെ അല്ലേ, ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആവുക. നമുക്ക് ഒറ്റ ലൈനൊക്കെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ, ഫുള്ള് വണ്ടികൾ നിർത്തിയിട്ടിട്ട്. പക്ഷെ അത് അത്യാവശ്യം ദൂരമുണ്ട്. ഈ കാണാൻ എന്ത് ദൂരത്തൊക്കെ വെച്ചിട്ട് അതിന്റെ അടിക്ക് നോക്കുമ്പോഴേ പേടി വരണതേ. ട്രെയിനിൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇതാണ് അമ്പലം. അതായത് ഈ അമ്പലം ഇപ്പോൾ കടലിനോട് ചേർന്നിട്ടാണ്. ഫ്രണ്ട് ഭാഗം ആ ആ നമുക്ക് VIP കയറി പോവാം. സൺസ്ക്രീൻ ഇടാൻ മറന്നു ഗൈസ്. ഇട്ടായാ രാമേശ്വരം മുങ്ങണ്ടേ നമുക്ക് அப்படித்தாங்க இருக்கீங்க. അതെ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞു ഗൈസ്. സത്യം വിചാരിച്ചത് ഞാൻ സത്യം ഇതായിരുന്നു പൂജ. പരിപാടി കഴിഞ്ഞു ഗൈസ്. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ചുമ്മു? നമ്മൾ രണ്ടുപേരും മാത്രമുള്ള കല്യാണം. അത് ആരോട് ഞാൻ തെളിവിന് ഫോട്ടോ എടുപ്പിച്ചു. ഞാൻ ഫോട്ടോ എടുപ്പിക്കില്ല. ഞാൻ പറഞ്ഞ ചേട്ടാ ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ ബൈ. ഹായ് ഗായ്സ്, പരിപാടി എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ വീണ്ടും ഒരു കല്യാണം. ശരിക്കും നിങ്ങൾ ഈ കാണുന്നത് 2022 ഞങ്ങളാ കല്യാണം കഴിച്ചതാ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കണേ.
അതാണ് അതിൻ്റെ സത്യം. ഓക്കെ ഗൈസ്, അങ്ങനെയൊന്നല്ല 2025 അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, നല്ല ചൂടായതുകൊണ്ട് ഫോൺ ഓഫ് ആവാണ്. നിങ്ങൾക്ക് കാണാൻ അതുകൊണ്ട് കൂടുതൽ വ്ളോഗൊന്നും ഇല്ല. കണ്ടല്ലോ നമ്മളെ മാലിട്ടിട്ട്. കുളിക്കുന്നുണ്ട് ആൾക്കാര് ഇവിടെ ഉണ്ടാല്ലേ. റെഡി 1 2 3 ഗോ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് യാത്രയാവുകയാണ്. ഇനിലെ ശേഷം അവിടെ ഇവിടെ ചേട്ടാ ഇത് മൊത്തം മറ്റേ സുനാമി വന്നിട്ട് നശിച്ചുപോയതാ. അതങ്ങനെ കൊറേ മാത്രമല്ലോ. നമുക്ക് ധനുഷ്കോടി പോയിട്ട് ഇങ്ങോട്ട് കയറാം. വില്ലേജിലേക്ക് പോണം. ഇതെന്താടാ ഇവിടെ അവിടെ? അതൊരു അമ്പലം മാത്രമല്ലോ അവിടെ. നമ്മൾ ഫിഷ് കഴിക്കാൻ വന്നേക്കാണ് സുഹൃത്തുക്കളെ, കാർത്തൂന്റെ കൂടെ. ഇതെന്താ തായ്ലാൻഡാ? നമ്മളെവിടെ വന്നേക്കണേ? മീമി കഴിക്കാൻ. ரொம்ப வருஷங்களுக்கு முன்னாடி இங்கே வந்திருக்கேன். அப்போ நீங்கள் வேறு சரி யாரா ஒரு தாத்தா? ஆமாம், தாத்தா பாட்டி இருந்தாங்க. എങ്ങനെയുണ്ട് ശരത്തേട്ടാ? മീനും ചോറും കൂട്ടി പടക്കണം. അപ്പൊ നോക്കാം. മനസ്സിലാവണില്ല അല്ലേ? സ്പൈസി ഇല്ല. ഒരു ചൂടത് തൊട്ടോക്ക്. സൂപ്പറാ പറയുന്നത്. അങ്ങനെയുണ്ട് ശരത്തേട്ടാ? അങ്ങനെ ഞാൻ കൊണ്ടുവന്നൊരു ഹോട്ടൽ നന്നായില്ലേ? ഹായ് ഗായ്സ്, അങ്ങനെ ധനുഷ്കുട്ടി. ഹായ് മക്കളെ, ശ്രീലങ്ക അവിടെയാട്ടാ. ആ ഭാഗത്ത് പോയി നല്ല കാണാം.
കിടിലെന്ന് പറഞ്ഞാൽ പോരാ, കിടിലോൽ കിടില്. വണ്ടിക്ക് അവിടെ പാർക്ക് ചെയ്തു. संगम हिंदू महासागर बंगाल का सागर दोनों मिलता पीछे मिट्टी दिख रहा बीच में मिट्टी जमीन वही रामा सेतु स्टार्टिंग पॉइंट ऊपर मट्टी पुल नीचे फिर पानी के पीछे दूर से काला पिलर टावर दिख रहा ना छोटा सा टावर इंडिया ആ സാധനങ്ങളാണല്ലോ പറയണത്. ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം അവിടെ. കാണാ ഒന്നും കാണില്ലേ അമ്മ. ശ്രീലങ്കയിൽ പോവാൻ നമുക്ക് ഇവിടെ അവിടെ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ നോക്കാം. അവിടെയാണ് ശ്രീലങ്ക ഗായ്സ്. ഇവിടെ ശരത്തേട്ടനുണ്ട്, അമ്മയുണ്ട്, ഹരിമുണ്ട്, അമ്മയുണ്ട്. കറുത്തു ഒന്ന് നിങ്ങോട്ട് നോക്കിയേ. കറുത്തു പേടിക്കാണ്ട് നോക്ക്. ഈ പെൺകുട്ടി പേടിച്ചു പറയുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ഗായ്സ്. ശരത്തേട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരത്തേട്ടൻ്റെ ഒരു റീലെടുത്ത് കൊടുത്താലോ? ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തേ നടക്കാം നമുക്ക്. പാമ്പം പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് വരുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ പാളം. ഹായ്. ഗൈസ് അവിടെ ഫുൾ കപ്പുകൾ. അയ്യോ രസ. എല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോഷൂട്ടല്ല അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടാ പേടിയാവും. ഞാൻ പോയി നോക്കിട്ട് ഏയ് അമ്മ പേടിക്കണ്ട. ഞാൻ പോയിട്ട് ഫോട്ടോ എടുത്തത്. ഞാൻ അപ്പുറത്തേക്ക് വരില്ലേ? എനിക്ക് അപ്പുറത്ത് കാണാൻ പേടിയുള്ളത് ഇഷ്ടം.